റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് സുരക്ഷ കടുപ്പിച്ചിരിക്കെ ജമ്മു കാശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി എന്നൊരു വാർത്ത വരുന്നു. 7 സൈനികർക്ക് പരിക്കേറ്റു. 3 ജെയ്ഷെ ഭീകരർക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പിയാസുനിലുണ്ട്. പിയാസുനിൽ റിപ്പബ്ലിക് ഡേ അടുത്തിരിക്കെയാണ് ഈ ഏറ്റുമുട്ടൽ എന്നുള്ളത് അല്പം ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടോ? സുരക്ഷയേറുന്നുണ്ടോ? അരുൺ, ഇതിന്റെ ഒരു പ്രത്യേക സാഹചര്യം എന്നത് പെഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിന് ശേഷം അതുപോലെ തന്നെ ഈ ഒരു പുതുവത്സരത്തിൽ ഇത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഭീകരാക്രമണം തന്നെയാണ് ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പറയുന്നത് 3 ഭീകരർ ഈ ഒരു കിഷ്ത്വാറിലെ വനമേഖലയിലുണ്ട് എന്നതാണ്. ഇവിടുത്തെ ഒരു ടെറൈൻ്റെ ഒരു പ്രത്യേകത എന്നത് ഭീകരർ ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന പ്രദേശം എന്നതൊരു മലമുകളിലാണ്. അപ്പോൾ മലമുകളിൽ നിന്ന് ഗ്രനേഡ് ഉപയോഗിച്ചും അതുപോലെ തന്നെ വെടിവെപ്പ് നടത്തിയും ഒക്കെ തന്നെ സൈനികരെ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഈ കിഷ്ത്വാർ മേഖലയിൽ നിലനിൽക്കുന്നത്. കിഷ്ത്വാറിലെ സിംഗ്പുര എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഭീകരർ ഒളിവിൽ കഴിയുന്നതായി സൈന്യത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ വലിയ തെരച്ചിൽ നടക്കുന്നുണ്ട്. 7 സൈനികർക്കാണ് ഭീകരരുടെ വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഈ മേഖലയിൽ നിരവധി പാകിസ്ഥാൻ സ്വദേശികളായ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ ഉണ്ട് എന്നുള്ള സൂചന കൂടി സൈന്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 35-ലധികം ഭീകരർ ഈ കിഷ്ത്വാർ വനമേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് സൈന്യം കാണുന്നത്. ആ നിലയിൽ ഈ പ്രദേശം ആകെ വളഞ്ഞുള്ള വലിയ തെരച്ചിലാണ് പ്രദേശത്ത് നടക്കുന്നത്. ഈ മലമുകളിലും അതുപോലെ തന്നെ വനപ്രദേശത്തുമൊക്കെയായി തമ്പടിച്ചിരിക്കുന്ന ഭീകരർക്ക് വേണ്ടി അവരെ കണ്ടെത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഈ വനമേഖലയിൽ സൈനിക നീക്കം നടത്താൻ കഴിയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെയും സൈനികരെയും ഒക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ വിളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ഓപ്പറേഷനാണ് ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ മേഖലയിൽ ഇപ്പോൾ തുടരുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് തുടരുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ മേഖലയിലും അതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ മേഖലയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ഭീകര നീക്കം ഉണ്ടായിരിക്കുന്നത്. അതും ഈ ഓപ്പറേഷൻ സിന്ദൂരൊക്കെ തന്നെ പൂർത്തിയായി ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ വലിയ ആക്രമണമൊക്കെ തന്നെ നടത്തിയതാണ്. ഏതായാലും അതിനുശേഷം ഇപ്പോൾ ജമ്മു കാശ്മീർ മേഖലയിൽ നടക്കുന്ന വലിയൊരു ഭീകര നീക്കമാണ് കാണുന്നത്. അതിനെ ശക്തമായി ഇന്ത്യൻ സൈന്യം നേരിടുകയാണ്. താങ്ക് യു. പിയാസുനിലാണ് വിവരങ്ങൾ നൽകിയത്. പ്രത്യേകിച്ച് റിപ്പബ്ലിക് ഡേ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. വലിയ ജാഗ്രതയിൽ തന്നെയാണ് അതിർത്തിയിൽ ഏറ്റുമുട്ടലിന്റെ വാർത്ത വരുന്നത്.